മക്കളെ നമ്മുടെ മാപ്പിന്റെ ചാപ്റ്ററിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. 2-3 മാർക്ക് ചോദിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയില്ലേ. ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ വാട്ട് ആർ ദ തിങ്സ് വി ക്യാൻ അസസ് ഫ്രം ദ കോണ്ടൂർ ലൈൻ. കോണ്ടൂർ രേഖയിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാവാം. കോണ്ടൂർ രേഖ എന്ന് പറഞ്ഞാൽ ഇസ് എ ഇമാജിനറി ലൈൻ കണക്ടിങ് ഈക്വൽ എലിവേഷൻ ഫ്രം ദ സീ ലെവൽ. സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ കൂട്ടി വരയ്ക്കുന്ന ഒരു സാങ്കല്പിക രേഖയെ വിളിക്കുന്ന പേരാണ് കോണ്ടൂർ രേഖ. ഇതിനെന്ത് ചെയ്യുന്നു? ഇതിന്റെ ഫസ്റ്റ് ചോദ്യം എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കാം. ഒന്നാമത്തെ ആൾട്ടിറ്റ്യൂഡ് ഓഫ് ദ പ്ലേസ്, ഭൂപ്രദേശത്തിന്റെ ഉയരം മനസ്സിലാക്കാം. രണ്ടാമത്തെ നാച്ചർ ഓഫ് ദ സ്ലോപ്പ്, ചെരിവിന്റെ സ്വഭാവം എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കാം. മൂന്നാമത്തെ ഷേപ്പ് ഓഫ് ദ ലാൻഡ് ഫോംസ്, ഭൂരൂപത്തിന്റെ ആകൃതി എങ്ങനെയെന്ന് മനസ്സിലാക്കാം. അതേസമയം അടുത്തൊരു ഭാഗം 3 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് ഇന്റർവിസിബിലിറ്റി അഥവാ നേർക്കാഴ്ച എന്ന് പറയും. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് ഇന്റർവിസിബിലിറ്റി അഥവാ നേർക്കാഴ്ച എന്ന് പറയുന്നത്. അതിൽ വരുന്ന ക്വസ്റ്റ്യൻ ഇതായിരിക്കും, വാട്ട് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് ഇന്റർവിസിബിലിറ്റി. നേർക്കാഴ്ചയുടെ ഉപയോഗങ്ങൾ എന്തെല്ലാം? ഒന്ന്, ഇലക്ട്രിക് ടവർ വെക്കാൻ വേണ്ടി, മൊബൈൽ ടവർ വെക്കാൻ വേണ്ടി, വയർലെസ് ട്രാൻസ്മിഷൻ ടവർ വെക്കാൻ വേണ്ടി. സോ ഇത് പഠിക്കാതെ മക്കൾ ഒരിക്കലും ക്ലാസ്സിന് പോകരുത്, എക്സാമിനേഷന് പോകരുത്. സോ അടിപൊളിയായിട്ട് മനസ്സിലായില്ലടാ.